നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ പച്ചരി കഴുകി നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്നിട്ട് വെള്ളമൊക്കെ വാർന്ന് വരുമ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അമ്മ അത് മില്ല് കൊടുത്തുകൊണ്ട് പൊടിച്ചാൽ വരുന്നത്. ഇപ്പോൾ മിക്സി ഉണ്ടായപ്പോൾ മിക്സിയിലാണ് ചെയ്യാറ്. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1 കിലോ അരിക്ക് 1/2 കിലോ ശർക്കര എന്നുള്ള തോതിൽ ശർക്കര ഉരുക്കാൻ വെക്കുക. അപ്പോൾ നമ്മുടെ പച്ചരി എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേന് ശർക്കരയും നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കുറച്ച് ശർക്കര പാനി ഇങ്ങനെ ഒഴിച്ച് കുഴയ്ക്കുകയാണ് വേണ്ടത്. അതേപോലെ ഇതിലേക്ക് ഒരു വലിയ തവി മൈദപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഇതേപോലെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ ശർക്കര പാനി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഇനി ആ ശർക്കര പാനി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കുക, തിളപ്പിക്കുക. ആ വെള്ളം കൂടെ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് നന്നായിട്ട് നല്ലോണം ഇളക്കി നല്ല രീതിയിൽ വരുത്തണം. ഈ സമയം ഒരു 3 പഴം ചേർത്ത് കൊടുക്കണം. 3 പഴം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ദോശയ്ക്കൊക്കെ ഉണ്ടാവുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഈ നെയ്യപ്പത്തിൻ്റെ മാവിനും. എന്നിട്ട് ആ പഴം നല്ലോണം മിക്സ് ആവുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ നെയ്യപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കുറേ സമയം ഇളക്കുന്നത് മാവിന് നല്ലതാട്ടോ. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്. ഈ സമയം ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ശകലം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമ്മ ശകലം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടാക്കി പൊടിച്ച് വെച്ച ഏലക്കയും ചെറിയ ജീരകവും കൂടെയാണ്. അത് ശകലം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി വൈകുന്നേരം ആയിരിക്കും നമ്മൾ നെയ്യപ്പം ചുടുക. അപ്പോൾ മാവ് ഇങ്ങനെ പൊന്തിച്ചൊഴിക്കുമ്പോൾ ഒരു കുഴി പോലെ വേണം വീഴാൻ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം വരിക. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച മാവ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നെയ്യപ്പം ചൂടും. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തത്. അപ്പോഴത്തേന് നമ്മുടെ മാവ് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടൈറ്റ് ആണെങ്കിൽ ശകലം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാക്കുമ്പോൾ കുഴിഞ്ഞിരിക്കുന്ന മാവ് ഇങ്ങനെ കുഴിഞ്ഞി നിൽക്കണം. ആ രൂപത്തിലായിരിക്കണം മാവ് കിട്ടേണ്ടത്. അത്രയും വേണം വെള്ളം ഒഴിക്കാൻ. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇങ്ങനെ പൊന്തി വരും നമ്മുടെ നെയ്യപ്പം. ഞങ്ങളുടെ ഇവിടെ അധികം ഇങ്ങനെ നെയ്യപ്പം ഇങ്ങനെ മുരിച്ചെടുക്കാറില്ല. ഒരു മീഡിയം ഇതാവുമ്പോൾ തന്നെ മറിച്ചിടും. എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചിട്ട് കോരിയെടുക്കാം. ഇത് ചിക്കൻ കറി ഒഴിച്ച് കഴിക്കാനുള്ളതായതുകൊണ്ട് അധികം മൊരിച്ചെടുക്കാറില്ല. ഈ ഒരു പാകമാകുമ്പോഴാണ് എടുക്കുക. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇനി ബാക്കി ഇതേപോലെ ഓരോ നെയ്യപ്പങ്ങളായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. അപ്പം നെയ്യപ്പത്തിൻ്റെ പണി ഏകദേശം തീർന്നു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാം. നെയ്യപ്പത്തിനുള്ള കോമ്പാണ് വറുത്തരച്ച ചിക്കൻ കറി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക. ഞങ്ങളിപ്പോൾ 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുളക്, മഞ്ഞൾ, പിന്നെ മല്ലി, ഈ പൊടികളെല്ലാം വറുത്ത് വെച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കുക്കറിലേക്ക് ഒരു വലിയ സവാളയും ഒരു വലിയ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കനും ഈ പച്ചക്കറികളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, കുഴച്ചെടുക്കണം. ആ ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിക്കുക. ഈ സമയം വറുത്ത് വെച്ച തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, പെരുംജീരകം, ഇതൊക്കെ പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്ത് വെച്ചതാണ്. ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിൽ സ്റ്റോക്കായിരിക്കും. അത് ശകലം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേന് നമ്മുടെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഈ സമയമാകുമ്പോൾ ചിക്കൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് അതിലാണ് അരച്ചു കൂട്ടുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങേൻ്റെ വറവിനനുസരിച്ച് ഇരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ്റെ കറിയുടെ കളറ്. അപ്പോൾ ഇപ്പോൾ ചിക്കൻ കറി എല്ലാം നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അവസാന പരിപാടി, വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അവസാനം ആകുമ്പോൾ ഇതിലേക്ക് ശകലം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ കറിയിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതോടുകൂടി ചിക്കൻ പരിപാടിയുടെ പണി കഴിഞ്ഞു. ഇനി നല്ല നെയ്യപ്പും വറുത്തരച്ച ചിക്കൻ കറിയും കൂടിയും കൂട്ടിയിട്ടൊരു പിടി പിടിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നെയ്യപ്പം ഇങ്ങനെ പിച്ചിടണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ കറി ഒഴിക്കണം. കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് പിന്നെ കഴിക്കണം. അപ്പം എന്തൊരു ടേസ്റ്റ് അറിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.